എന്താണ് ഈ ശത്രുതയ്ക്ക് കാരണം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതിനോട് ഇവന് ഭയങ്കര വിയോജിപ്പാണ്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട വിനിഷയോടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനിഷയ്ക്ക് ഒരു പട്ടിയുണ്ട്, ഒരു നായ, ഇവനോടൊരു പൂച്ചയുണ്ട്. ഈ പട്ടിയും പൂച്ചയും ഒന്നും ഇവൻ്റെ അതിർത്തി കടക്കാൻ പാടില്ല. ഇതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിനിഷയെ ഇവൻ സ്ഥിരമായി ശല്യം ചെയ്യുമായിരുന്നു. വിനിഷയുടെ ഭർത്താവ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ട ആ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ, ഈ ജിതിൻ വിദേശത്തായിരുന്നു. അപ്പോൾ ഈ വിനിഷയെ ഇവൻ സ്ഥിരമായി ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. ഇവൻ ഈ മനോരോഗിയാന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള നാട്ടി മുഴുവൻ അറിയാവുന്നതുകൊണ്ട് ആരും ഇവൻ്റെ അടുത്തോട്ട് പോകാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ വിനിഷയുടെ കുടുംബവുമായിട്ട്, ഇപ്പോൾ കൊല്ലപ്പെട്ട വിനിഷയുടെ കുടുംബവുമായി ഇവൻ പ്രശ്നത്തിലാണ്, സ്ഥിരമായി പ്രശ്നത്തിലാണ്. അപ്പോൾ അതിൻ്റെ അവിടെ 5 പേരാണ് ഉള്ളത്. ഒന്ന് വിനിഷ, ഭർത്താവ് ജിതിൻ, വേണു, അച്ഛൻ വേണു, പിന്നെ അമ്മ ഉഷ, പിന്നെ 2 പെൺകുഞ്ഞുങ്ങൾ ആരാധിക, അവനിക എന്നീ ഇത്രയും പേരാണ് ആ വീട്ടിൽ അന്തേവാസികൾ ആയിട്ടുള്ളത്. ഇവൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവൻ ഭീഷണിപ്പെടുത്തി ഇവരെ. ഇപ്പോൾ പിന്നീട് വന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അടുത്ത റൗണ്ട് വന്നത്. അടുത്ത റൗണ്ട് വരാനുള്ള കാരണം ഒരു നായ, ഇവരുടെ നായ അവർ കയറുന്നു എന്നുള്ളതായിരുന്നു.